Good afternoon, ma'am. Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Yes, good afternoon. ശരിയാണ്. Yes, എല്ലാവർക്കും സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. മാമിന് സുഖാണോ? സുഖാണ്. ഭക്ഷണം സുഖായിട്ടിരിക്കുന്നു. കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും എനർജി ആയിട്ടിരിക്കണോട്ടാ. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ചോദിക്കാനും കമന്റുകളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാണെങ്കിലും അവിടെ ടൈപ്പ് ചെയ്ത് ചോദിച്ചോ. അപ്പോഴാണ് നിങ്ങൾ അവിടെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടത് നമുക്ക് മനസ്സിലാകുക. ഓക്കെ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാണ്. ഉച്ച സമയമല്ലേ? ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉറക്കമൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോയോ എന്നൊക്കെ വിചാരിക്കും. നമ്മളിങ്ങനെ ഇരുന്നിൽ പറയണേ എന്നുള്ളൊരു മൈൻഡ് വരും ഇല്ലേ? അതിനൊക്കെ കേൾക്കണ്ടെന്നാവോ എന്നൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഡള്ളായി പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എനർജിയാണ് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യാം. സോ എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കാട്ടാ. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം. അത് നമ്മുടെ സർക്കിളില് കാണല്ലേ? സർക്കിളില് ഹലോ മാം കേക്കണ്ടോ? ഹലോ ഹലോ പേഴ്സണൽ മാനേജ്മെന്റിന്റെ സർക്കിൾ കാണുന്നുണ്ടല്ലോ. കേൾക്കണില്ലടാ, സൗണ്ട് ഇല്ലല്ലോ. സൗണ്ട് പോയാ? ഹലോ, മാനേജ്മെന്റ് ഫംഗ്ഷൻ. HR ഫംഗ്ഷന്റെ സർക്കിള്. അത് നമ്മൾ HR സർക്കിൾ അല്ലാണ്ട് മറ്റോണം പഠിച്ചതിൽ കുറച്ച് പ്ലാനിങ്, സ്റ്റാഫിംഗ് ഡെവലപ്മെന്റ്, മോണിറ്ററിങ്, മാനേജിങ് റിലേഷൻഷിപ്പ്, അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. ഇതിനകത്ത് അത് കൂടാണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇവാലുവേറ്റിംഗ് ഉണ്ട്. ഏതാ? സർക്കിളിനകത്തുണ്ടല്ലോ ഇവാലുവേറ്റിംഗ് ഉണ്ടല്ലോ. അതിനകത്ത് അത് കൂടാണ്ട് ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. എൻഷുറിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. Ensuring health and safety. Ensuring health and safety. HRന്റെ ഫങ്ഷൻസ് തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സർക്കിൾ ഇല്ലേ, ഈ ഒരു സർക്കിൾ തന്നെ നിങ്ങൾ ആ ഒരു സൈക്കിൾ പഠിച്ചാൽ മതി. HR ഫങ്ഷൻസിന്റെ ആ സർക്കിൾ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സർക്കിൾ ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിനകത്ത് വരുന്നത് എല്ലാം ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുള്ള ആൻസേഴ്സും അല്ല. HRന്റെ ഫങ്ഷൻസിൽ ഇതെല്ലാം വരുന്നുണ്ട്.
എൻഷുറിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്, അതായത് നമ്മളുടെ തൊഴിലാളികളുമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ഹെൽത്തിനും ആ ഹെൽത്തിന്റെ സേഫ്റ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? വേണ്ടേ? ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, വേണോ വേണ്ടേ? നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ ജോലിക്കിടെ ഓരോ എംപ്ലോയീസിന്റെയും ഹെൽത്ത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ആരോഗ്യ സംരക്ഷണം, അവർക്ക് സേഫ്റ്റി, ആ ജോലി ചെയ്യുന്നതിൽ സേഫ് ആയിട്ട് ചെയ്യേണ്ട ചില സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എൻഷുർ ചെയ്യണം. അതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ടോ എംപ്ലോയീസ്? അതെല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണോ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യുന്നേ? ചില ഒത്തിരി അപകടകരമായിട്ടുള്ള ജോലികളും ഏർപ്പെട്ടിരിക്കുന്ന കുറെ എംപ്ലോയീസ് ഉണ്ട്. ചില ജോലികളിലെല്ലാം ഇപ്പൊ എന്താ പറയാ പുറത്തൊക്കെ എന്താ പറയാ ഏതെങ്കിലും ഇപ്പൊ ഷിപ്പിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവര് അല്ലെ, ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ഹെൽത്തിനെ സേഫ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിനകത്തുനിന്ന് വിട്ടുപോരുന്ന ഒരു മാനേജ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പുറത്ത് അതിനകത്ത് 2 പോയിന്റ് കൂടി മിക്സ് ചെയ്ത് വേറെ രീതിയിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് ആ പോയിന്റിനേക്കാൾ നിങ്ങൾ കുറച്ച് നമുക്ക് പഠിക്കാനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അവിടെ വരെയാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തത്. HRM-ന്റെ ഫങ്ഷൻസ് ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതായത് എത്ര ആളുകളെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ വേക്കൻസി ഉണ്ടെന്നൊക്കെ നോക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, അത് നടപ്പിലാക്കണം, അല്ലെ, എക്സിക്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ്, ഓരോരുത്തർക്ക് എവിടെയൊക്കെയാണ് ജോലി എടുക്കേണ്ടത്. പിന്നെ അത് മാത്രം പോരാ, ജോലിയൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവർക്കും ആൾക്കാരൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാം എന്ന് പറയാൻ പറ്റില്ല. They have to be given proper training and also developed. അതായത് ഓരോ എംപ്ലോയീസിനും ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അവരെ ഡെവലപ്ഡ് ആക്കി കൊണ്ടുവരുന്നത്, അല്ലെ. എംപ്ലോയീസിനെ ഓരോരുത്തരെയും അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി എഫിഷ്യന്റ് ആയിട്ട് ചെയ്ത് തീർക്കത്തക്ക രീതിയിൽ they have to be trained from time to time. ഒക്കേഷണൽ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവരെ അതിൽ പ്രാപ്തരാക്കി ഡെവലപ്ഡ് ആക്കുക. ഓരോ എംപ്ലോയീസിന്റെയും ഡെവലപ്മെന്റ്, അപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് മാത്രമല്ല, പ്ലസ് മൈ ഓൺ ഡെവലപ്മെന്റ്, അല്ലെ. എന്റെ കരിയർ നന്നാവണം, ഡെവലപ്ഡ് ആകണം, എന്റെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റുകളൊക്കെ അവിടെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്. ചേഞ്ചിങ്, എന്തൊക്കെ തരത്തിലൊക്കെ ചേഞ്ച് കൊണ്ടുവരണം, അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട്, അതിനെ കുറിച്ച് ഡിസിഷൻസ് എടുക്കണം, അത് കൊണ്ടുവരണം, നടപ്പിലാക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തിനും അവരുടെ എന്താ പറയുക സെക്യൂരിറ്റിയും സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ റിലേഷൻഷിപ്പ്, ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അത് തന്നെ. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഗുഡ് സൗണ്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാലാണ് ഇപ്പൊ എംപ്ലോയർ എന്ത് പറഞ്ഞാലും അത് എന്താ പറയാ നല്ല മനസ്സോടെ സ്വീകരിച്ച് അത് ഏറ്റെടുത്ത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയീസും പരിശ്രമിക്കുള്ളൂ. അല്ല ഒരു നല്ല സൗണ്ട് റിലേഷൻ അല്ല. എന്ത് പറഞ്ഞാലും എംപ്ലോയർ ഭയങ്കര കർക്കശക്കാരനും, എന്തെങ്കിലും നമ്മൾ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതൊന്ന് കേൾക്കാനോ നമ്മുടെ സജഷൻസ് പരിഗണിക്കാനോ എന്താ പറയാ ചില ആളുകൾ, ചില എംപ്ലോയേഴ്സ് താല്പര്യം കാണിച്ചില്ലെങ്കിൽ there will be no good relation between the employer and employee, അല്ലെ. അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ല റിലേഷൻ ഇല്ല. അപ്പൊ അവര് തമ്മിൽ പൊരുത്തക്കേടുകൾ എന്തെങ്കിലും പറയുമ്പോൾ എംപ്ലോയീസിന് ഇഷ്ടാവില്ല, അല്ലെ. എംപ്ലോയീസിന്റെ വാക്കുകൾ ഞാൻ എന്തിനു കേൾക്കണം, എംപ്ലോയറും തീരുമാനിച്ച കുറെ സജഷൻസും അവരുടേതായ ഐഡിയാസും അവരുടെ കയ്യിൽ ഉണ്ടാകും. അപ്പൊ അതിലൊക്കെ നമുക്ക് കേൾക്കാം, പരിഗണിക്കാം, വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് we can make some changes according to that. അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അത് നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആളുകളും അങ്ങോട്ട് പറയുള്ളൂ. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ മാത്രമേ they can make suggestions and also they can share their ideas. എംപ്ലോയീസിന് അവരുടേതായ സജഷൻസ് കൊടുക്കാനും അതുപോലെ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഗുഡ് റിലേഷൻ അത് മസ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ. പിന്നെന്താ ഇവാലുവേറ്റിംഗ്. വാട്ട് ഇവാലുവേറ്റിംഗ്, എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാ? ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ജോലി, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. ഓക്കെ, അത് ഇങ്ങനെ ഒരു സൈക്ലിക് പ്രൊസീജിയർ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഒരു സർക്കിൾ രീതിയിലുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് നടക്കുന്നത്. അവസാനിക്കില്ല, ഇവാലുവേറ്റ് ചെയ്യുന്നു,
വീണ്ടും മറ്റു കാര്യങ്ങൾ പുതിയ റിക്രൂട്ട്മെന്റ് മറ്റു കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നു, സ്റ്റാഫിംഗ് ചെയ്യുന്നു, അവരെ ഡെവലപ്പ് ചെയ്യാൻ ട്രെയിനിങ് കൊടുക്കുന്നു, ചേഞ്ചസ് കൊണ്ടുവരുന്നു. അതിങ്ങനെ ഒരു സൈക്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ദെൻ നമ്മൾ പറഞ്ഞു, അപ്പൊ അതെ അവിടെ അടുത്ത് പറയുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതൊരു ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊസീജിയർ അല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. റൊട്ടേറ്റിംഗ് ആണ്. ഇങ്ങനെ സൈക്കിൾ പോലെ, ഇങ്ങനെ സൈക്കിളിന്റെ വീല് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ചെയ്യുന്നതിലൂടെ ബൈ പുട്ടിംഗ് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് ജോബ്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോയാലാണ് നല്ല ശരിയായ രീതിയിൽ ശരിയായ എംപ്ലോയീസിനെ കൃത്യമായ ജോലിയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ പറയാ, കുറച്ച് സ്റ്റാഫുകളുടെ ഒഴിവുകളുണ്ട്, ടീച്ചേഴ്സിന്റെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫിന്റെ ഒക്കെ വേക്കൻസീസ് വരുന്നുണ്ട്. സോ അപ്പൊ ആ വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്ത് കഴിയുമ്പോൾ ആഡുകളൊക്കെ കാണുന്ന പബ്ലിക് അതിന് അപ്ലൈ ചെയ്യും അല്ലെ, പിന്നെ ഓരോ പൊസിഷനിലേക്ക്. അപ്പൊ നമ്മൾ അവിടെ നിന്നും കിട്ടുന്ന അവരുടെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻഫർമേഷൻസിന്റെ ബേസിസിൽ വി വിൽ മേക്ക് ദം റിക്രൂട്ടഡ്. അവിടെ റിക്രൂട്ട്മെന്റ് നടത്തും അല്ലെ, പുതിയ സ്റ്റാഫിനെ ഒക്കെ അപ്പോയിന്റ് ചെയ്യും. പക്ഷെ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോഴും they have to put the right man in the right job. നമ്മൾ അവനെ സെലക്ട് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ അവൻ ഇന്ന കാര്യമായിരിക്കും ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ആ ആള് ആ ജോബിലേക്ക് ഇടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകൾ ഏതെങ്കിലും പരിധിയിൽ വെച്ചിട്ട് ഈ എന്റെ ജോലി കഴിഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് an art of utilizing human resources in an organization. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് മനുഷ്യ വിഭവത്തെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു പ്രത്യേകതര കല, ഒരു കൈകാര്യം ചെയ്യൽ. മനുഷ്യന്മാരെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, മനുഷ്യന്മാരെ എങ്ങനെ ഉപയോഗിക്കാം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസിന്റെയും കഴിവുകൾ, എബിലിറ്റീസ്, എഫിഷ്യൻസി, കാര്യക്ഷമത, അവരുടെ നോളജ്, സ്കില്ല്, ഇതൊക്കെ മനസ്സിലാക്കി പരമാവധി അവർ ഉപയോഗിക്കുന്ന ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തുക, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ കല ഇരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ അതായത് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട്, ഒരു മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കുക. ഇപ്പൊ കുറെ ടീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുക. ആ ടീച്ചേഴ്സിന്റെ കഴിവുകളെ മുഴുവനും പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ദേ ക്യാൻ യൂസ് ദാറ്റ് ടീച്ചേഴ്സ്, അവരുടെ ഓർഗനൈസേഷനിൽ ആ ടീച്ചേഴ്സിനെ അങ്ങനെ ഉപയോഗിക്കാം. മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവിടുത്തെ എംപ്ലോയീസിനെ അവരെങ്ങനെ മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജോലിയൊക്കെ അവർ വേഗം തീർത്തിട്ട് കുറെ സമയമൊക്കെ ചിലപ്പോൾ വരുത്തിയിരിക്കുകയാണ്. എന്നാൽ അവരെ ആ സമയം കൂടി ഉപയോഗപ്പെടുത്തി അവർക്ക് വേണ്ട ചില ജോബ് കൂടി നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ മാക്സിമം യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ HRM എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് വേ. ഏറ്റവും നല്ല രീതിയിൽ മോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സുകളെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തരം കലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന കലയിൽ, ഈ പറയുന്ന HRM-ല് ഇൻക്ലൂഡ്സ് എ ബ്രോഡ് സ്പെക്ട്രം. ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നുണ്ട്. സം ഓഫ് ദം ആർ as follows. ഇനി ആ പറയുന്ന ഒത്തിരി കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എംപ്ലോയ്മെന്റ്, എന്താ ജോലി കൊടുക്കുക, എംപ്ലോയി സർവീസ്, ഓരോ ജോലിക്കാരുടെയും സേവനങ്ങൾ എന്തൊക്കെയാണ് സേവനം, ഓരോ ജോലിക്കാരനെയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണ് ആ ഓർഗനൈസേഷനിലേക്ക്. പിന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പുതിയ ജോലിക്കാരെ നിയമിക്കുക, അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ചിലപ്പോ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾക്ക് അറിയാലോ, ഈ കുറച്ചധികം നാളുകളൊന്നും ആയിട്ടില്ല നമ്മളുടെ ഈ കമ്പ്യൂട്ടറൊക്കെ ഇത്രയും അങ്ങോട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മെഷീൻ ആയിട്ട് എല്ലാ ഓർഗനൈസേഷനിലും ഒരു എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ആയിട്ട് മാറിയിട്ട് അല്ലെ. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു. ഇപ്പൊ പല ഓർഗനൈസേഷനിലും ഈ അടുത്ത കാലങ്ങളിലാണ് എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം വന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ അത് തന്നെ. എന്നാൽ ഇവിടെ പുതിയ ഈ പറയുന്ന മെഷീൻസ് ഇങ്ങനെയുള്ള മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോ they must have some knowledge about that machine അല്ലെ. ആ മെഷീൻ ഉപയോഗിച്ച് നമ്മളുടെ വർക്കുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള അറിവ് ചിലപ്പോൾ അവിടെ പരമക്കാർക്ക് ഉണ്ടായിരുന്നു വരില്ല.
സോ അവരെ നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം, അത് പഠിപ്പിക്കണം, പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം, എന്നിട്ടാണ് അത് ഉപയോഗപ്പെടുത്താനായിട്ട് അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കേണ്ടത് അല്ലെ. അല്ലാതെ ഇത് നിങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന സാധനം ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് എല്ലാവരെയും പിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മള് ഫ്രഷേഴ്സിനെ, പുതിയ ആളുകളെ, എന്താ പറയുക, കഴിവുള്ള പുതിയ ആളുകളെ നമ്മള് ജോലിക്കെടുക്കുന്നു അങ്ങനെ പറയുമോ? എല്ലാ ഓർഗനൈസേഷൻസും ഇല്ല, അങ്ങനെ ചെയ്യില്ല. എല്ലാവരും കൂട്ടത്തോടെയൊക്കെ നിങ്ങൾക്ക് ഇന്ന എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ അറിയില്ല, ഇന്ന മെഷീനറി ഉപയോഗിക്കാൻ അറിയില്ല, സോ യു ഹാവ് ടു ബി ഡിസ്മിസ്ഡ്. നിങ്ങളെല്ലാം ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, പകരം ഞങ്ങൾ പുതിയ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു, അത് പറയില്ല. ബിക്കോസ് കാരണം നിലവിലുള്ള എംപ്ലോയീസിന് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ പല കാര്യങ്ങളിലും ചേഞ്ചസ് വരുത്തുമ്പോൾ അതനുസരിച്ച് ഇവർക്ക് വേണ്ട അറിവ് പകർന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ. അല്ലാണ്ട് സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നോളജ് ഓർ എഡ്യൂക്കേഷൻ അബൌട്ട് ദ മെഷീനറീസ് ദ യൂസ്, അവർ ഉപയോഗിക്കേണ്ട ചില മെഷീനറീസ് ആവാം, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യേണ്ട ചിലപ്പോൾ ചില ബുക്കുകളോ റെക്കോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആകാം, ടെക്നിക്സ് ഒക്കെ ആകാം. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത് HRM ആണ്. ആൻഡ് റിഗാർഡിംഗ് ദെയർ സാലറീസ് ആൻഡ് വേജസ്, അവരെ സംബന്ധിക്കുന്ന അവർക്ക് വേണ്ട ശമ്പളം, അതുപോലെ കൂലി, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതായത് ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവരുടെ ആരോഗ്യവും അവരുടെ എന്താ പറയാ സംരക്ഷണവും സുരക്ഷിതത്വവും സംബന്ധിക്കുന്ന കാര്യങ്ങള്. വർക്കിംഗ് കണ്ടീഷൻസ്, അവരുടെ എന്താ പറയാ ജോലി ചെയ്യുന്ന ചുറ്റുപാട് എങ്ങനെയായിരിക്കും, ഫേവറബിൾ ആയിരിക്കും അല്ലെ. നമ്മുടെ ജോലി ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് ജോലി ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പറ്റുമോ? ഇപ്പൊക്കെ ഭയങ്കര ചൂടുള്ള കാലഘട്ടമാണ്, ഒരു ഫാൻ പോലും ഇല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തേ മതിയാകൂ, ഇതാണ് നിങ്ങളുടെ ജോലി സ്ഥലം എന്ന് പറഞ്ഞിട്ട് എംപ്ലോയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് നമ്മളോട് ഇതാണ് നിങ്ങളുടെ ജോലി സ്ഥലം, ഇവിടെയാണ് നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യേണ്ടത്, ആൻഡ് ദർ ഈസ് നോ ലൈറ്റ് ഓർ ഫാൻ, ലൈറ്റും ഫാൻ ഒന്നുമില്ല, ഇങ്ങനെ ഇരുന്ന് തന്നെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടപ്പിലാവില്ല അല്ലെ. സോ അവർ വർക്കിംഗ് കണ്ടീഷൻ ഷുഡ് ബി ഫേവറബിൾ ടു ഡു അവർ വർക്ക് എഫിഷ്യന്റ്ലി. നമ്മൾ ഇത് ചെയ്യുന്ന ജോലി എഫക്റ്റീവായിട്ട്, എഫിഷ്യന്റ് ആയിട്ട്, സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വർക്കിംഗ് ചുറ്റുപാടുകളും നമുക്ക് അനുകൂലമായിരിക്കണം അല്ലെ. അനുകൂലമല്ലാതെ പറ്റില്ല. അപ്പൊ അതൊക്കെ കൃത്യമാക്കി കൊടുക്കുക. അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്, ജോലിയുടെ കാര്യങ്ങള്, എന്താ പറയാ പെർഫോമൻസുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത്, അതായത് വിലയിരുത്തി അവർക്ക് വേണ്ട അപ്രൈസൽസ്. അപ്രൈസൽ എന്താ നമ്മൾ പെർഫോമൻസ് അപ്രൈസലൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ അല്ലെ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മള്, അതായത് അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ് മെയ്ഡ് ബൈ ദ എംപ്ലോയീസ് there have been given transfers, promotions, demotions, pay raises. അതായത് ഈ പെർഫോമൻസ് നോക്കിയിട്ടാണ് പല ജോലിക്കാരുടെയും എന്താ പറയുക പ്രൊമോഷൻ തീരുമാനിക്കുന്നത്, ട്രാൻസ്ഫർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പേയ്മെന്റിൽ ഇൻക്രീസ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈവൻ ഡിമോഷൻ. ഡിമോഷൻ എന്താ? പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനക്കയറ്റം. അപ്പൊ ഡിമോഷൻ എന്തായിരിക്കും? സ്ഥാനം ഇറക്കും അല്ലെ. സ്ഥാനക്കയറ്റം എന്ന് പറയുമ്പോൾ നമ്മളുടെ സാലറി വർദ്ധിക്കും, നമ്മളുടെ കുറച്ച് എന്താ പറയാ നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് ആകും അല്ലെ. നമ്മളിപ്പോ ഒരു ക്ലർക്കായിട്ട് ജോലിക്ക് കയറി, പിന്നീട് കുറെ നമ്മൾ പഠിച്ച് എന്തെങ്കിലും പല കാര്യങ്ങൾ പഠിച്ചെടുത്ത് അല്ലെങ്കിൽ ഇതൊക്കെ ആക്കി നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, മാനേജർ ആ പൊസിഷൻ വരെ എത്താം അല്ലെ. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പൊ അതിനെയാണ്, അപ്പൊ ആ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അപ്രൈസൽസിലൂടെയാണ് സാധിക്കുക. സോ അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്, ഇതെല്ലാം ഈ നമ്മുടെ HRM-ന്റെ ആ ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം HRM-ൽ വരുന്ന എംപ്ലോയീസ്, എംപ്ലോയ്മെന്റ്, എംപ്ലോയിയുടെ സർവീസസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ എഡ്യൂക്കേഷൻ, സാലറി ആൻഡ് വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ അത്രയും ഭാഗം? ആ ഒരു കുഞ്ഞു പാരഗ്രാഫും ആ പോയിന്റ് മനസ്സിലായോ? ഇതെല്ലാം HRM-നകത്ത് വരുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ജസ്റ്റ് റീഡ് ദാറ്റ് സെന്റൻസസ് ആൻഡ് ഓൾസോ ദാറ്റ് പോയിന്റ്സ്. ആ പോയിന്റുകളും അതുപോലെ ആ സെന്റൻസ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പറയാം, അതല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് വിൽ മൂവ്, നമ്മൾ പോകുന്നതായിരിക്കും. വേഗം അപ്പൊ തന്നെ വായിക്കാൻ പറയുമ്പോൾ ആ സെന്റൻസ് ഒന്നും വെറുതെ ഇങ്ങനെ കണ്ണോടിച്ച് പോകുക കേട്ടാ. കാരണം എന്താണെന്നറിയോ, അവിടെ നോക്കി നമുക്ക് ഇങ്ങനെ സെന്റൻസ് വായിച്ച് അതിന്റെ മീനിങ് പറയുന്ന ഒരു കാര്യമില്ല. അത് ശരിയല്ല. നിങ്ങൾ വായിക്കണം, കാരണം നിങ്ങളാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടവര്. എന്തെങ്കിലും ആ സാധനം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഓൺ വേർഡ്സിൽ പരീക്ഷ എഴുതുന്ന രീതി അല്ലല്ലോ നമുക്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മള് ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തന്നെ ഒരുങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ വായിച്ചു നോക്കണം. ഞാൻ വായിക്കില്ല,
ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ യു ഹാവ് ടു റീഡ്. എന്നിട്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു വായിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ എന്നോട് ചോദിക്കാം. അന്നേരം ഞാൻ ആ സെന്റൻസ് വായിച്ച് അതിന്റെ മീനിങ് പറയാം. അപ്പൊ പിന്നെ ഇനി അതേ വഴിയുള്ളൂ. ഓക്കെ, അതർ തിങ്സ് ബാക്കിയുള്ളതൊക്കെ അവിടെ പറഞ്ഞതൊക്കെ തന്നെ അവിടെ ഉണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? അടുത്തേക്ക് പോകാണേ. ഇച്ചിരി ഒറ്റ അവറല്ലേ എനിക്കുള്ളൂ, ഒരു ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ പോർഷൻ അങ്ങനെ അങ്ങോട്ട് നീങ്ങാത്ത പോലെ നമുക്ക് തോന്നും. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്ന എവിടെയാണ് നമ്മൾ നിർത്തി അതിനെ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ ചിലപ്പോൾ ഞാൻ ഇച്ചിരി മുന്നോട്ടേക്ക് നേരത്തെ പഠിപ്പിച്ചതിൽ നിന്ന് കയറി പിടിച്ച് തുടങ്ങിയിട്ടായിരിക്കും അടുത്തിലേക്ക് വരിക. അതിനകത്ത് ഓടി വന്നിട്ട് കഴിഞ്ഞ ദിവസം നിർത്തിയതുമായിട്ട് ഒരു ബന്ധമില്ലാണ്ടെന്ന് പറയാനവരെ അങ്ങനെ നമുക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോണത്. അപ്പൊ ഒത്തിരി സമയം എടുക്കും എന്റെ ക്ലാസ്സിന്. ഓക്കെ, നൗ ലെറ്റ്സ് സീ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ആ ഒരു എന്താ പറയാ ഒരു കോഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡ്വാൻസ്ഡ് ഫോം ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ. തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റ് എന്നതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? അങ്ങനെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന പേരായിരുന്നുവെങ്കിൽ ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ആസ് എ ഹോൾ ഓൾ എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യണം, ഡിസിഷൻ മേക്കിങ്ങിന് അവരെ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്, ഒരു ഐഡിയ അങ്ങനെ വന്നത്. ബിക്കോസ് എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോലിക്കാർക്ക് അവരെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ അസറ്റ് ആണ്, ഒരു എന്താ പറയാ ഒരു സ്വത്താണ്, ഒരു എന്താ പറയാ ഒരു ആസ്തിയാണ്. ഇറ്റ് വിച്ച് ഹാവ് വാല്യൂ, ഭയങ്കരമായ മൂല്യമുള്ള ഒരു അസറ്റ് ആണ് ഓരോ എംപ്ലോയീസും. സോ അവരെ മാനേജ് ചെയ്യണം. ഓരോ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആവശ്യം വന്നത് കൊണ്ടാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് ഒരു മാറ്റം. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ വർക്ക് ഫോഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഒരു എന്റർപ്രൈസ് ഓർഗനൈസേഷൻ സെയിം തന്നെയാണ്. അവിടെ വർക്ക് ഫോഴ്സ് ജോലിയുടെ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. മെഷീൻ ഓപ്പറേറ്റേഴ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം വർക്കേഴ്സ് ആണ്. ആ വർക്കേഴ്സിന്റെ മാനേജ്മെന്റിനെയാണ് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ ബെസ്റ്റ് യൂസ് ഓഫ് എന്റർപ്രൈസ് മാൻ പവർ. ഒരു ഓർഗനൈസേഷന്റെ മാൻ പവറിന്, അവിടെ മാൻ പവർ എന്ന് പറയുമ്പോൾ എന്ത് വരും? മറ്റേത് വർക്ക് ഫോഴ്സ് ആണ്. ഈ ഹ്യൂമൻ റിസോഴ്സിൽ പറയുന്നത് മാൻ പവർ ആണ്. മാൻ പവർ എന്ന് പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി, എല്ലാ എംപ്ലോയീസും പെടും അല്ലെ. ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലിലുള്ള എല്ലാ എംപ്ലോയീസും ഉൾപ്പെടുന്നു. അതിനകത്താണ് മാൻ പവർ വിളിക്കുക. മറ്റേത് വർക്ക് ഫോഴ്സ് ആണ്. വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? തൊഴിൽ വിഭാഗമാണ്. തൊഴിൽ വിഭാഗം ജോലി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട്, അതായത് നമ്മളുടെ എന്താ പറയാ ഫിസിക്കൽ ആയിട്ടുള്ള വർക്കിംഗ് കൂടുതൽ ചെയ്യുന്ന വിഭാഗം, അതാണ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ വർക്ക് ഫോഴ്സിന്റെ മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എങ്കിൽ ബെസ്റ്റ് പോസിബിൾ വേയില് മാൻ പവറിനെ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക ഓർഗനൈസേഷൻ. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ PM ആൻഡ് HRM. ഒന്നാമത്തെ വ്യത്യാസമാണ് PM ഉം HRM ഉം തമ്മിൽ. എന്താണ് ഒന്നാമത്തെ വ്യത്യാസം? പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ദ വർക്ക് ഫോഴ്സ് ഓഫ് ദ എന്റർപ്രൈസ് and on the other hand HRM focuses on the best use of enterprise manpower. Enterprise ന്റെ manpower-നെ പരമാവധി ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് HRM മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ വേഗം ഒന്ന് ക്ലിയർ ആയിരുന്നോ? ഓക്കെ എന്നോ യെസ് എന്നോ ഒരു തമ്പോ എന്തെങ്കിലും ഒന്ന് ഇടാട്ടോ. നിങ്ങൾ ഉറങ്ങിപ്പോകരുത് പ്ലീസ്. ഓക്കെ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചാടി ഒന്ന് അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് നിന്ന് 2 മിനിറ്റ് നിന്നിട്ടൊക്കെ ക്ലാസ് കാണാം. കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതിയെ. അങ്ങനെയൊക്കെ ചെയ്യോ വരുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. സെക്കൻഡ് വൺ, രണ്ടാമത്തെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് പേഴ്സണൽ മാനേജ്മെന്റ് ഒരു പടി കൂടി കടന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ്.
പക്ഷെ മറ്റേതിന് തന്നെ പുതുക്കിയെടുത്തിരിക്കുന്നു. അതിനെ വെർഷൻ എന്ന് വിളിക്കാം. പഴയതിന് പകരം മറ്റൊന്ന് പുതുക്കി കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് വെർഷൻ, അഡ്വാൻസ് വെർഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ അഡ്വാൻസ് വേർഷൻ ഓഫ് എന്ത് പേഴ്സണൽ മാനേജ്മെന്റ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്. രണ്ടാമത്തെ വ്യത്യാസം അതാ. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് കുറച്ച് പഴയതാണെന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് മനസ്സിലാക്കുക, പുതിയതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് മനസ്സിലായോ? ഡിഫറൻസ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? പെട്ടെന്ന് ഓക്കെ. യെസ്, തേർഡ് വൺ, പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ടൂൾ. അതായത് ഈ പേഴ്സണൽ മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാം. അവിടുത്തെ ജോലിക്കാർ, വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഷീൻസ് എന്ന് പറയുന്നത് ഒക്കെ ആയിട്ടാണ് വർക്കേഴ്സിനെ കണ്ടേക്കുന്നത്. എന്തെങ്കിലും ടൂൾസ്, എന്തോ ഉപകരണങ്ങൾ. വർക്കേഴ്സ് എല്ലാവരും എന്തോ ഉപകരണങ്ങളാണ്. കാരണം ഫിസിക്കലായിട്ട് അവർ കൂടുതൽ മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്ത്, മെഷീൻസ് വെച്ച് പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്താണ് പ്രൊഡക്ഷൻ പ്രോസസ്, ഉൽപാദന പ്രക്രിയയിൽ ഡയറക്ട്ലി ബന്ധമുള്ള ആളുകളായിരുന്നു വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വർക്കേഴ്സിനെ എന്തോ ടൂൾസ്, എന്തെങ്കിലും മെഷീൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതില് പേഴ്സണൽ മാനേജ്മെന്റിൽ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് അസറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അസറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസിന്റെ ആസ്തിയാണ്, സ്വത്താണ്. മനസ്സിലായി? എന്തോ മൂല്യമുള്ള, വാല്യൂ ഉള്ള ഒരു വസ്തുവാണ് ആര്? ഹ്യൂമൻ റിസോഴ്സ്. അതാണ് തേർഡ് ഡിഫറൻസ്. മനസ്സിലായോ? തേർഡ് ഡിഫറൻസ് എന്താ? പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂ ആസ് വർക്കേഴ്സ് ആസ് ടൂൾസ് ഓർ മെഷീൻസ്. പേഴ്സണൽ മാനേജ്മെന്റ് മെഷീൻസും ടൂൾസും ആയിട്ടാണ് വർക്കേഴ്സിനെ കണക്കാക്കുന്നത്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അസറ്റ്, ബിസിനസിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഏറ്റവും മൂല്യമുള്ള ഒരു ആസ്തിയായിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ പോയിന്റ് വൈസ് ആകുമ്പോൾ എളുപ്പം മനസ്സിലാകുകയും ചെയ്യും. സിമ്പിൾ പോയിന്റുകളാണ് കൊടുത്തേക്കണം, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി എന്താ പറയാ, ഈ പേഴ്സണൽ മാനേജ്മെന്റില് ഡിസിഷൻ മേക്കിംഗ് വളരെ പങ്കുവയ്ക്കുകയായിരിക്കും. കമ്പയർഡ് ടു ഹ്യൂമൻ റിസോഴ്സിലാണെങ്കിലോ HRM-ലാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് കുറച്ച് പതുക്കെ പറ്റുള്ളൂ. കാരണം വർക്കേഴ്സുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഡീൽ ചെയ്യുന്നുള്ളൂ. വർക്ക് ഫോഴ്സുമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, PM പേഴ്സണൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓവറോൾ എല്ലാ എംപ്ലോയീസും, മാൻ പവറിനെ മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും ഈസി ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താ പറയാ, ഫാസ്റ്റ് ആണ് ഏത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, അതേസമയം വളരെ സ്ലോ ആണ് പേഴ്സണൽ മാനേജ്മെന്റിൽ. ക്ലിയർ ആയോ? ഡിസിഷൻ മേക്കിംഗ് ഈസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് കമ്പയർഡ് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേഴ്സണൽ മാനേജ്മെന്റിൽ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആണ്, ഇതിൽ ഫാസ്റ്റർ ആണ്. ക്ലിയർ ആയോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായില്ലാത്ത ആരെങ്കിലും ഒരാൾ പോലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം. മാം ഒന്നുകൂടി പറയൂ, പ്ലീസ്. വൺസ് അഗൈൻ അല്ലെങ്കിൽ വൺസ് മോർ, വൺസ് അഗൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്യൂട്ട, യാതൊരു മടിയൊന്നുമില്ല. നിങ്ങൾ ഒരാളെങ്കിലും അവിടെ ഓക്കെ എസ് എന്ന് പറയുമ്പോ എല്ലാവരും അതിനെ റിപ്രസെന്റ് ചെയ്ത് പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. സ്മിത പറയുന്നു ഒന്നും കൂടി. വിച്ച് പോയിന്റ്? ഫോർത്ത് പോയിന്റ് ആണോ? നാലാമത്തെ പോയിന്റ് ആണോ പറയണ്ടേ? അതായത് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പല തീരുമാനങ്ങളും എടുക്കാൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. ഈ പറയുന്ന ഓർഗനൈസേഷനെ നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് വർക്ക് ഫോഴ്സിനെ മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാരെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. തൊഴിൽ ചെയ്യുന്ന, അതായത് ഭയങ്കരമായിട്ട് ഫിസിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളെ മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് വളരെ സ്ലോ ആയിട്ട് അവിടെ നടക്കുള്ളൂ. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾ ലെവൽ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഓൾ മാൻ പവർ ആണ് ഉദ്ദേശിക്കുന്നത്. മൊത്തം മാൻ പവറിനെ മാനേജ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എന്താണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ എല്ലാവരെയും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും എളുപ്പത്തിൽ സാധിക്കും. കാരണം എന്താ, എല്ലാ എംപ്ലോയീസിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. കാരണം മാനേജ്മെന്റ് ഓൾ ലെവൽസ് ഓഫ് എംപ്ലോയീസിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാവരുടെയും കുറിച്ച് ഐഡിയ, ധാരണ, എല്ലാ കാര്യവും ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ് എളുപ്പം മാനേജ് ചെയ്യാനായിട്ട്, ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ക്ലിയർ ആയോ സ്മിത? Yes. Next one, in personal management, piecemeal distribution of initiatives ആണ് നടക്കുക. ഓർഗനൈസേഷനിൽ എന്താണ് വർക്ക് ഫോഴ്സ്
അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഓഫ് വർക്ക് ഫോഴ്സ് ആണ്. അതായത് ജോലിക്കാരാണ്. അവിടെ എന്താണ് നടക്കുക? പീസ് മീൽ ആണ്. പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് പീസ് മീൽ എവിടെയെങ്കിലും കേട്ടോ? പീസ് മീൽ അവര് എന്താണ് ചെയ്യുന്ന ജോലി, ആ ജോലി ചെയ്യുന്നതിന്റെ എന്താ പറയാ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ കൂലി വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൂലി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പണ്ടത്തെ കോൺസെപ്റ്റ് ആണ്. പണ്ടൊക്കെ ഇത്ര സാധനം പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ നടക്കണം, ഇന്ന എംപ്ലോയി ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെയാണ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂലി. ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ഷൻ നടത്താണ്, ഒരു എന്താ പറയാ അംബ്രല മേക്കിംഗ് ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ ആണ്. ഒരു കൊട ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഫാക്ടറി കമ്പനിയാണ്. അവിടുത്തെ ആ കൊടയുണ്ടാക്കുന്ന വിഭാഗത്തിലെ ആളുകളുണ്ട്. അവർ ഉണ്ടാക്കുന്ന ഉത്പാദിപ്പിക്കുന്ന ഓരോ കൊടയ്ക്ക് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കൂലികൾ കൊടുക്കുക. എത്ര എണ്ണം ഉത്പാദിപ്പിച്ചു, 10 എണ്ണമാണെങ്കിൽ ഒരു കൊട ഉണ്ടാക്കുമ്പോ എത്ര രൂപയാണോ അങ്ങനെ 10 എണ്ണത്തിന് അല്ലെങ്കിൽ 100 എണ്ണത്തിന് അല്ലെങ്കിൽ 50 എണ്ണത്തിന് അങ്ങനെ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ അക്കോർഡിംഗ് ടു പീസസ്. അവർ ഉത്പാദിപ്പിക്കുന്ന പീസസിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരാം. വേറെ അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അതായത് ഒരു സാലറിയാണ്, ഒരു ഫിക്സഡ് സാലറി. അവിടെ എന്താ പറയാ സേവനമാണ് കൊടുക്കുന്നത്. അവിടെ എന്തെങ്കിലും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ദേ ആർ പ്രൊവൈഡിങ് ദർ സർവീസസ്. മറ്റ് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇന്നത്തെ കാലത്ത് ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് വന്നേക്കുന്നത്. കാരണം അവിടെ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എണ്ണത്തിനൊന്നുമല്ല പ്രാധാന്യം. ഇന്നത്തെ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അനുസരിച്ച് അവർക്ക് ഒരു ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു സമഗ്രമായൊരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജസ് ഓഫ് സാലറീസ്. അവർ കൊടുക്കേണ്ട കൂലി ഇത്ര അല്ലെങ്കിൽ ഇത്ര എന്താ പറയാ സാലറി എന്ന രീതിയിലാണ്. അതാണ് അത് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസം. ഏതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള അടുത്ത വ്യത്യാസം. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിൽ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനീഷ്യേറ്റീവ്സ് ആണെങ്കിൽ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇന്റഗ്രേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇനീഷ്യേറ്റീവ്സ് ആണ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തന്നെയാണ് അർത്ഥം. ഓർഗനൈസേഷൻസിന് തന്നെയാണ് അർത്ഥം ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് വെർബായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനീഷ്യേറ്റീവ് ആണെന്ന് പറയുന്നത് എന്താ പറയാ ഒരു പ്രചോദനം അല്ലെ, ഇനീഷ്യേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതെല്ലാം ഇതൊരു നൗൺ ഫോം ആണ്. അത് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആയോ? 5ാമത്തെ പോയിന്റ് സംരംഭങ്ങൾ തന്നെയാണെന്ന് അർത്ഥം. ഓക്കെ, യെസ്. 5ാമത്തെ വ്യത്യാസം അതാണ്. ഓരോ വ്യത്യാസവും നിങ്ങൾ മനസ്സിലാക്കി വെക്കാണ്ട ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എളുപ്പമാണ് പഠിക്കാനായിട്ട്, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇനി പേഴ്സണൽ മാനേജ്മെന്റ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ദ ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. എങ്ങനെ ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്? പണ്ടത്തെ കോൺസെപ്റ്റിലൊക്കെ ആണെങ്കിൽ ഇത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ അവിടെ ജോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബൈ ഡിവൈഡിങ് ദ വർക്ക്. ഓരോരുത്തർക്ക് ഇന്ന ജോലി എന്നുള്ള രീതിയിൽ ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻടു ഗ്രൂപ്പ്സ് ഓർ ടീംസ് ഫോർ പെർഫോമിംഗ് എ ടാസ്ക്. ഏതെങ്കിലും തരത്തിലുള്ള ജോലി ആ ജോലി കൊടുത്തിരിക്കുന്ന അത് എന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഗ്രൂപ്പായിട്ട് എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടീമായിട്ട് തരംതിരിക്കുന്നു. ഇന്ന ടീമുകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന ടീമുകൾ ഇന്ന കാര്യങ്ങൾ. നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മാത്രമല്ല ഇതൊരു ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഇവിടെ നേരിട്ട് വന്നിരുന്ന ക്ലാസ് കൊടുത്ത് നോട്ടൊക്കെ നിങ്ങൾ തന്നെ എഴുതുന്നു, നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷനിൽ തന്നെ എല്ലാ കാര്യവും നടക്കും. പക്ഷേ ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് തമ്മിലുള്ള ബന്ധമുള്ളൂ. അതർ തിങ്സ് ദാറ്റ് മീൻസ് ദ നോട്ട്സ് ഓർ ദ റെക്കോർഡഡ് ക്ലാസ്സസ് വിൽ ബി provided to you by the technical department. നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് എന്താ പറയാ നോട്ടും അതുപോലെ തന്നെ ഈ ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നു. ലൈബ്രറിയിലുള്ളവർക്ക് ക്ലാസ് കേൾക്കാം. അങ്ങനെയൊക്കെ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാസ് ഒന്നുകൂടി കാണണമെങ്കിൽ റെക്കോർഡറിനെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയൊക്കെ. പിന്നെ ഇൻ കേസ് ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എല്ലാ ദിവസവും കയറുന്നതാണ്, പക്ഷെ എന്താ പറയാ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കയറാൻ പറ്റിയില്ല, ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ എല്ലാവർക്കും കൂടി ഇതെല്ലാം കൂടി ഒരാളല്ല ചെയ്യാം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഗ്രൂപ്പായിട്ട് കൊടുക്കും. അപ്പൊ ടീച്ചിങ് ഒക്കെ ടീച്ചേഴ്സ് ചെയ്യുന്നു.
അതിന്റെ മറ്റ് ടെക്നിക്കൽ, അതായത് നിങ്ങൾക്ക് നോട്ട്സ് തരുന്നത്, റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അങ്ങനെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ അതാണ് നടക്കുന്നത്. എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ടീംസ് ടു പെർഫോം എനി ടാസ്ക്. ഏത് ടാസ്കും പെർഫോം ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ പല പല ഗ്രൂപ്പുകളായിട്ടോ പല പല ടീമുകളായിട്ടോ തരംതിരിക്കും. മറ്റേതിൽ അങ്ങനെയുള്ള ജോബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. വർക്ക് എന്ത് ചെയ്യുന്നു എല്ലാവർക്കുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. മറ്റേത് ഗ്രൂപ്പുകളായിട്ട് എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആറാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ഡൗട്ട് വരാൻ പാടില്ല, അതിനാണ് വായിക്കാൻ പറയുന്നത്. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയേ. Clear ആയല്ലോ? Okay. Now the seventh one. ഏഴാമത്തെ വ്യത്യാസം എന്താന്ന് നോക്കിയേ. In personal management, most of the agreements are based on collective bargaining with the union leader. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഓൾഡ് കൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ എന്താ പറയാ, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒരേ എന്താ പറയാ, മിക്ക ബിസിനസ് ഓർഗനൈസേഷൻസിലും എന്തുണ്ടാവുമല്ലോ, യൂണിയൻസ് ഉണ്ടാകും. യൂണിയൻ ഉണ്ടാക്കുമല്ലോ, എല്ലാം രൂപീകരിക്കും. ജോലിക്കാരെ, തൊഴിലാളികളുടെ ഒരു യൂണിയൻ, ട്രേഡ് യൂണിയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ട്രേഡ് യൂണിയൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അന്നത്തെ പണ്ടത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രേഡ് യൂണിയൻ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈന്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ട്രേഡ് യൂണിയന്റെ ഒരു ലീഡർ ഉണ്ടായിരിക്കും. ലീഡറിന്റെ അടുത്തായിരിക്കും ഇൻഫോം ചെയ്യുക. അപ്പൊ അവരുടെ ബാർഗൈനിങ് വിലപേശലൊക്കെ യൂണിയന്റെ ലീഡർ ത്രൂ ആയിരിക്കും എന്താ പറയാ അവരുടെ ടോപ്പിലേക്കൊക്കെ എത്തുക, മാനേജ്മെന്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്താം. മനസ്സിലായി? അതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അഗ്രിമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ കളക്റ്റീവ് ബാർഗൈനിങ് വിത്ത് ദ യൂണിയൻ ലീഡർ. യൂണിയൻ ലീഡറിനെ വെച്ചിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കി എല്ലാ എന്താ പറയാ വർക്കേഴ്സും കൂടിയിട്ടുള്ള അവരുടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ചാൽ അവരുടെ ഗ്രീവിയൻസുകൾ, കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂണിയൻ ലീഡറിന്റെ കയ്യിലേക്കാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അത് ടോപ്പിലേക്ക് എത്തി അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ എഗ്രിമെന്റുകളൊക്കെ ഉണ്ടാകുക. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ there is no need of such collective bargaining. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യമില്ല. ബിക്കോസ് അതെന്താ കാരണം, ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ കോൺട്രാക്ട് ബേസിസിലാണ് നമ്മൾ ജോലിക്ക് തരുന്നത്. എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ ജോലിക്ക് വരുമ്പോ എനിക്ക് ഞാനും എംപ്ലോയറുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും അല്ലെ? ഉണ്ടാവില്ലേ? ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്, പണ്ടത്തെ രീതിയൊന്നുമല്ല അല്ലെ. നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി ബിറ്റ്വീൻ ഒരു കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ ഓരോ എംപ്ലോയർ എന്തുണ്ട്, ഒരു കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യമില്ല. ഞാൻ ജോലിക്ക് കയറുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഇവിടെ തരുമ്പോ നമ്മളോട് ഇന്ന കാര്യം ആൻഡ് യുവർ സാലറി വിൽ ബി ദിസ്, ഇതാണ് നിന്റെ സാലറി, യുവർ ടൈം വിൽ ബി ഫ്രം ഹിയർ ടു ഹിയർ, ഇന്ന സമയം വരെ ഇന്ന സമയം വരെയാണ് നിങ്ങൾ ജോലിക്ക് വരേണ്ടത് അല്ലെ, ഇന്ന സമയമാണ് നിങ്ങളുടെ എന്താ പറയാ ലഞ്ച് ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഒരു മാസത്തില് എത്ര ലീവ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും അല്ലെ. അത് എന്നോടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, കോൺട്രാക്ട് ആണ്. സോ വൈ ഐ അക്സെപ്റ്റ് ദിസ് കോൺട്രാക്ട്, ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ കരാറൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ ജോലി ഏറ്റെടുക്കുമ്പോൾ അവിടെ പിന്നെന്താ അങ്ങനെ ഒരു ബാർഗൈനിങ്ങിന്റെ ആവശ്യം? അങ്ങനെ ഓരോ എംപ്ലോയീസിനോടും അങ്ങനെ ഉണ്ടെങ്കിൽ there is no need of such collective bargaining. അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായ കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം there is no need of collective bargaining. അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് ഇല്ല. പണ്ടങ്ങനെയല്ല, ജോലിക്ക് വരുന്നു, അവിടെ കോൺട്രാക്റ്റുകളൊന്നും അധികം ഇല്ല. പിന്നെ കോൺട്രാക്ട് ബേസിസിലാണ് പോവാ. ജോലിക്കാര് പണിക്കാർ വരുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് ജോലിയുടെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അതുപോലെയുള്ള പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് എല്ലാവരും കൂടി ചേർന്ന് അത് ആ ട്രേഡ് യൂണിയന്റെ ലീഡറിനെ ഏൽപ്പിക്കുന്നു, ലീഡറിനെ അറിയിക്കുന്നു. ലീഡർ ത്രൂ ആണ് മാനേജ്മെന്റിലേക്ക് എത്താം. എന്നിട്ടാണ് പല തീരുമാനങ്ങളൊക്കെ ആയിട്ട് വരാം. ഇവിടെ അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആവശ്യമില്ല. ബിക്കോസ് there exists ഇൻഡിവിജ്വൽ കോൺട്രാക്ട്, ഓരോ ഇൻഡിവിജ്വൽസുമായിട്ട് കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് തന്നെ. അതാണ് അതിന്റെ റീസൺ. ക്ലിയർ ആയല്ലോ? ഏഴാമത്തെ പോയിന്റ് ഒക്കെ വേഗം വായിച്ചു നോക്കിയേ. പോയിന്റ് അപ്പൊ തന്നെ വായിക്കാൻ പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടത് അപ്പൊ തന്നെ നിങ്ങൾ വായിക്കുമ്പോ ഒന്നുകൂടി കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പോയിന്റ് പറയട്ടെ. യെസ്, 8th പോയിന്റ് എന്താ നോക്കിയാൽ, ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്
പേയ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ജോബ് ഇവാലുവേഷൻ. ഇനി പേഴ്സണൽ മാനേജ്മെന്റില് പൈസ കൊടുക്കൂലേ, അതായത് സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കുന്നത് എന്തിന്റെയാ? ജോബ് ഇവാലുവേറ്റ് ചെയ്ത് എത്രത്തോളം പണി ചെയ്തു എന്ന് നോക്കിയില്ല. വൈകുന്നേരം അവർക്ക് കൂലി കൊടുക്കുന്നത് എത്ര പണി നീ ചെയ്തു, ആ പണിയുടെ ആ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ടാണ്, ജോബിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അവർക്ക് പേയ്മെന്റ് നൽകുന്നത്. അതേസമയം നമ്മുടെ HRM-ലെ ദ ബേസിസ് ഓഫ് പേ ഈസ് അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ് ഇവാലുവേഷൻ. എന്ത് പെർഫോം ചെയ്തു, ആ പെർഫോമൻസ് നോക്കും, പെർഫോമൻസ് ലെവൽ നോക്കിയിട്ടാണ് അവിടെ പേയ്മെന്റ് കൊടുക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്തല്ലോ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്, അതനുസരിച്ചുള്ള പേയ്മെന്റ് ആണ്. അപ്പൊ പെർഫോമൻസ് ബേസിസിലാണ് HRM-ല് പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ PM-ല് പേഴ്സണൽ മാനേജ്മെന്റില് പേയ്മെന്റ് കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദ ജോബ് ഇവാലുവേഷൻ. അത് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചോ. പേയ്മെന്റ് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനെ വൺ വേർഡ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് the pay is based on dash, based on job evaluation. ഇനി HRM the basis of pay is dash, basis of pay എന്ന് പറയുന്നത് dash ആണ്. HRM ഏതാണ്? പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. ക്ലിയർ ആയോ? എട്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? വായിച്ച് ഉറപ്പിക്കുക. സെന്റൻസ് വായിച്ചു നോക്കി മനസ്സിൽ പതിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല പഠിക്കുന്ന സമയത്ത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അവസാനത്തെ എന്താ? പേഴ്സണൽ മാനേജ്മെന്റില് സാധാരണ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നറിയോ? എംപ്ലോയീസിന്, പുതിയ പുതിയ തൊഴിലാളികൾ എടുക്കുക, അവർക്ക് അവരുടെ റെമ്യൂണറേഷൻ, അവർക്ക് കൊടുക്കേണ്ട കൂലി, മറ്റു കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുക, അവരെ ട്രെയിൻ ചെയ്യുക, അവരെ വളരെ ഹാർമോണി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരെ കൂട്ടായ്മയിൽ കൊണ്ടുപോകുക. ഇതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നുള്ളൂ. എന്തൊക്കെയാ വരാ? എംപ്ലോയീസ് ഹയറിംഗ്, റെമ്യൂണറേഷൻ, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ഓൾസോ ഹാർമണി. ഇതെല്ലാം വളരെ എന്താ പറയുക, സമാധാനത്തില് ഹാർമണി സിറ്റുവേഷൻസിലൊക്കെ കൊണ്ടുപോകുക, സമാധാനപരമായ പൊസിഷൻ സൃഷ്ടിച്ച് കൊണ്ടുപോകുക നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഹയർ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനൊക്കെ. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ട്രീറ്റിംഗ് എംപ്ലോയീസ് ആസ് വാല്യൂഡ് അസറ്റ്സ്, അല്ലെ? വാല്യൂബിൾ ആയിട്ടുള്ള അസറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്നു. അവർക്ക് മറ്റവർക്ക് അങ്ങനത്തെ പരിഗണനയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പേഴ്സണൽ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് അതൊക്കെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആക്കി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് എത്തി. അന്ന് അങ്ങനെയല്ല, എംപ്ലോയീസിനെ കുറെ ആൾക്കാരെ ജോലി ഇല്ലാത്തവരെയൊക്കെ വേക്കൻസി വരുമ്പോൾ ജോലിക്ക് എടുക്കുക, അവർക്ക് വേണ്ട കൂലിയോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് കൊടുക്കാം, ഇടയ്ക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാം, സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് കൊണ്ടുപോകുക, അല്ലെ? അതേസമയം ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണെങ്കിൽ അവിടെ എംപ്ലോയീസിനെ വാല്യൂബിൾ അസറ്റ് ആയിട്ട് കണക്കാക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രിസർവ് ചെയ്യാം, അവരെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു അസറ്റ് നമ്മൾ എങ്ങനെ സൂക്ഷിക്കാം? വാല്യൂബിൾ അസറ്റുകൾ എങ്ങനെ സൂക്ഷിക്കും? നമ്മുടെ വീട്ടില് എന്താ പറയാ, നമ്മള് എന്താ പറയാ, ഗ്ലാസ്, പാത്രങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അസറ്റ് ആണ്? അതൊന്നും അസറ്റ് അല്ല. ഡെയിലി യൂസിന് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ചെറുപ്പം താഴെ വീണ് ഉടയും, അല്ലെ? ഗ്ലാസുകളൊക്കെ താഴെ വീണ് ഉടയും. അതുപോലെയാണ് അത്. നമ്മൾ വളരെ എന്താ പറയാ, അത്ര വലിയ കെയർഫുൾ ആയിട്ടൊന്നും ആളുകളൊന്നും എന്താ പറയാ ഹാൻഡിൽ ചെയ്യില്ല. അതേസമയം നമ്മൾ വീടുകളിലുള്ള മറ്റ് പലതരത്തിലുള്ള വാല്യൂബിൾ ആയിട്ടുള്ള മെഷീൻസും മെഷീനറീസും എന്താ പറയാ ഇതൊക്കെയുണ്ട്, അല്ലെ? അതുപോലെയുള്ള തിങ്സ് ഒക്കെ ഉണ്ട്, പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സ്വർണം ഇതൊക്കെ ഇങ്ങനെ നമ്മളിപ്പോ ഉപയോഗിച്ചു അത് വീട്ടിൽ വന്നു കഴിയുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞെങ്കിൽ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടാണ് ചെയ്യുക? അല്ല, നമ്മൾ എന്ത് ചെയ്യും? അത് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. നമ്മൾക്ക് ആണെങ്കിലും ചിലപ്പോൾ ഓർമ്മയൊക്കെ പോകും, എവിടെ എവിടെയെങ്കിലും അറിയില്ല. അപ്പൊ അത് എവിടെയാണോ അത് ആദ്യം കൊണ്ടുപോയി അതിന്റെ ഭദ്രമായിട്ട് വെക്കേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുക, അല്ലെ? അപ്പൊ അത് രണ്ടും ട്രീറ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ആ ഒരു സെയിം രീതിയാണ് ഇവിടെ ഏത് പേഴ്സണൽ മാനേജ്മെന്റില് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു, അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നു, അവരുടെ ട്രെയിനിങ്, അവരെ സമാധാനത്തിലൊക്കെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതേസമയം HR ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സുകളെ കൂടുതലും വാല്യൂബിൾ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ വാല്യൂ ചെയ്യുന്നു, അതനുസരിച്ച് യൂസ് ചെയ്യുന്നു, അതനുസരിച്ച് പ്രിസർവും ചെയ്യുന്നു. അതാണ് HR കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്ന് പറയാൻ കാരണം. 9th പോയിന്റ് മനസ്സിലായോ? Personal management. So these are the differences between personal management and human resource management. 9 വ്യത്യാസങ്ങളാണ് ഇവ തമ്മിലുള്ളത്. വായിച്ച് ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചോ? നമ്മളുടെ ഡയഗ്രാം ആയിട്ട് കിടക്കുന്നതിന്റെ തൊട്ട് താഴെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് മാൻ ആൻഡ് ദ റൈറ്റ് ജോബ് എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി ഹ്യൂമൻ റിസോഴ്സ് കവേഴ്സ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് HRM-നകത്ത് ഉൾപ്പെടുന്ന ആ പോയിന്റുകൾ? സാലറി ആൻഡ് വേജസ്, എംപ്ലോയ്മെന്റ്, എംപ്ലോയി സർവീസസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ആ പോയിന്റുകൾ ഒന്ന് ടിക്ക് ചെയ്യും. അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഡിഫറൻസുകൾ 9 എണ്ണവും വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്. ആ 9 ഡിഫറൻസും ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ഇമ്പോർട്ടന്റ് എന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മാർക്ക് ചെയ്തോ? അടുത്തതിലേക്ക് പോകട്ടെ. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ്. രണ്ടും രണ്ടായിട്ടാണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. രണ്ടായി തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് കൊടുത്തേക്കുന്നത്. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നതാണ്. ആളുടെ കടമകൾ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ത്രൂ. രണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ്. ഫസ്റ്റ് ഓഫ് ഓൾ HR മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ്. നമുക്കറിയാം ഒരു എന്താ പറയാ ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജർ ആണ് അല്ലെ. മാനേജറുടെ ഡ്യൂട്ടീസ് ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയായിരിക്കും? വളരെ ചെറുതൊന്നുമല്ല, ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. മാത്രമല്ല ദേ ആർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഓർഗനൈസേഷൻ. അദ്ദേഹത്തിന്റെ കടമകളൊക്കെ ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടന്റും ആണ്. ഒത്തിരി അധികം ഡ്യൂട്ടീസ് ഉണ്ട്. ആ കടമകള് ആ ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടന്റും ആണ് ഓരോ ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന്. സോ നമുക്ക് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് എംപ്ലോയീസ് ടാലന്റ്സ് ആൻഡ് സ്കിൽസ്. അതായത് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന ആളാണല്ലോ മാനേജർ. ആ മാനേജർ തന്റെ കീഴില് തന്റെ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിന്റെയും ടാലന്റുകൾ, അവരുടെ കഴിവുകൾ, സ്കില്ലുകൾ ഒക്കെ മനസ്സിലാക്കി അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അതാണ് ഒന്നാമത്തെ. യെസ്, അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. ഫസ്റ്റ് ഡ്യൂട്ടി ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി ആണ് പറയുന്നത് കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ് and to make use of the best use of the employees talents and skill. എംപ്ലോയീസിന്റെ ടാലന്റുകളും സ്കില്ലുകളൊക്കെ മനസ്സിലാക്കി അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പൊ ഒരു എംപ്ലോയി നമ്മൾ ഒരു ആളെ ജോലിക്ക് എടുത്തു, ആ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു, അയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യും, അസസ് ചെയ്യും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, എംപ്ലോയീസിനെ ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ they can understand, the manager can understand what are the talent behind him. ആൾക്കുള്ള മറ്റെന്തെങ്കിലും കഴിവുകളുണ്ടോന്ന് നമുക്ക് ആ ഒരു അസസ്മെന്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ആളുടെ ടാലന്റ്, പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തിയ എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആൾ ഉപയോഗപ്പെടുത്താനും പറ്റും. അതാണ് പറഞ്ഞേക്കണേ കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അയാളെ വേറൊരു കാര്യങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒരു അധ്യാപിക പഠിപ്പിക്കാൻ വരുന്നു, അധ്യാപികക്ക് ചിലപ്പോൾ അധ്യാപിക പഠിപ്പിക്കാനുള്ളത് ആ പഠിപ്പിക്കുന്ന കഴിവ് മാത്രമായിരിക്കില്ല ഉള്ളത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കഴിവ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും കഴിവ് കണ്ടെത്തുകയാണെങ്കിൽ അതും ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാണ് ഒരു എംപ്ലോയിനെ പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് എംപ്ലോയി സ്കിൽ ആൻഡ് ടാലന്റ്. ക്ലിയർ? ഓക്കെ. സെക്കൻഡ് വൺ, അടുത്തത് എന്താ? അഡ്മിനിസ്റ്റർ ദ വർക്ക് ടു സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദ ടീം. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് അവരുടെ കൂടെയുള്ള സ്റ്റാഫ്, അവരുടെ സപ്പോർട്ട്, അവർ ചെയ്യുന്ന ജോലി, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിന്ന് ജോലി ഉണ്ട് എന്ന് നോക്കുക. അത് എന്താ പറയുക, അഡ്മിനിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ടീമിലുള്ള ആളുകളിൽ
വിദഗ്ധരായവരൊക്കെ ഉണ്ടാവും, അവരെയും കണ്ടെത്തുക. മനസ്സിലായോ? അതായത് തന്റെ ഒപ്പമുള്ള ടീമിലെ ആളുകളുടെ സ്റ്റാഫുകളുടെ വർക്കും അതിനകത്ത് സ്പെഷ്യലിസ്റ്റുകളുടെ വർക്കും മറ്റുമൊക്കെ മനസ്സിലാക്കുക, കണ്ടെത്തുക, അതും മാനേജ് ചെയ്യുക. അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ്, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിന്റെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പൊ അവിടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മറ്റു സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരിക്കും. ആ സ്റ്റാഫുകളുടെ ജോലികൾ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ് ചെയ്യുക, അവരുടെ സ്പെഷ്യലിസ്റ്റുകളുടെ ടീമിലുള്ള വിദഗ്ധരായ ആളുകളെയും കണ്ടെത്തുക. അതും ഒരു ഡ്യൂട്ടിയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അവിടെയുള്ള ആളുകളിൽ തന്നെ ആരൊക്കെ പ്രഗത്ഭരായവരുണ്ട്, കഴിവുകളുള്ളവരുണ്ട് എന്നൊക്കെ കണ്ടെത്തുക. അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കഴിവുകളും വർക്കുകളൊക്കെ കണ്ടെത്തുക. ഓക്കെ. Then establishing relationship between employee and organization management. എംപ്ലോയീസും ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും തമ്മിൽ നല്ല ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിന് ആര് എന്താ പറയാ പ്രവർത്തിക്കണം? അത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടിയാണ്, അല്ലെ? അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമുക്ക് നോക്കണ്ടേ. ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിൽ നല്ല ബന്ധത്തിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും കശപിശയോ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്തേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കടമയാണ്. ഓക്കെ, ഡ്യൂട്ടിയാണ്. Then guide in helping their team in recruiting and hiring employee workforce. ഇത് പുതിയ പുതിയ ആൾക്കാരെ ജോലിക്ക് എടുക്കുമ്പോൾ, അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ തന്റെ ടീമിനെ സഹായിക്കുക, അവർക്ക് ഒരു ഗൈഡായിട്ട് നിന്ന് സഹായിക്കുക. മാനേജർ എന്ന നിലയിൽ ആളുടെ മാനേജ്മെന്റിലൊപ്പം നിന്നിട്ടാണ് ടീമുകാർ എന്ത് ചെയ്യേണ്ടത്? പുതിയ പുതിയ എംപ്ലോയീസിന്റെ വേക്കൻസി വരുമ്പോൾ അവിടെ റിക്രൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ വർക്ക് ഫോഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും റിക്രൂട്ട് ചെയ്യുമ്പോഴും ഹയർ ചെയ്യുമ്പോഴും ഒക്കെ മാനേജറുടെ ഗൈഡൻസിലായിരിക്കണം മറ്റ് സ്റ്റാഫുകൾ, അവിടെയുള്ള അവരുടെ ടീമിലെ ആളുകൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്. ഇനി മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാം. എംപ്ലോയീസിന് ബെനിഫിറ്റബിൾ ആകുന്ന പല പ്രോഗ്രാമുകളും ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, മാനേജ് ചെയ്യുക. അതായത് എംപ്ലോയീസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, എംപ്ലോയീസിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് റിവാർഡുകൾ, പ്രോഗ്രാമുകൾ, മറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രോഗ്രാമുകൾ മാനേജ് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാതെ കണ്ടക്ട് ചെയ്യുക, കളക്ട് ആക്കുക. Then solving and avoiding different types of conflicts arising in the organization. Organization ഉണ്ടാകുന്ന പലതരത്തിലുള്ള എതിർപ്പുകള്, കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ എതിർപ്പുകള്, തർക്കങ്ങളൊക്കെ അല്ലെ, അങ്ങനെ പല രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകും പലരും തമ്മിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അത് ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം അത് സോൾവ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. And the last one, consulting with the department managers over important organizational issues. ഇവിടെ ഓർഗനൈസേഷൻ, ബിസിനസ് സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചില ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സിനെയും തമ്മിൽ കൺസൾട്ട് ചെയ്യുക, അവരോട് അറിയിക്കുക. ഇന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ മാനേജ്മെന്റിന് ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജേഴ്സ് ഉണ്ടാവും, അവരെ മാത്രം അറിയിച്ചാൽ മതി. എല്ലാവരെയും കൊട്ടിക്കൊഴിച്ചിട്ടൊന്നും വേണ്ട. അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജേഴ്സിനെ ജസ്റ്റ് ഒന്ന് കണ്ട് കൺസൾട്ട് ചെയ്തിരിക്കുക. അത് ഓർഗനൈസേഷന്റെ ഓരോ ഇഷ്യൂസും ഉണ്ടാകുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് മൊത്തം അല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജേഴ്സിനെ അത്തരം കാര്യങ്ങളൊന്ന് കൺസൾട്ട് ചെയ്യാം. സോ ദീസ് ആർ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഡ്യൂട്ടീസ്. മാനേജറിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതെങ്കിലും പോയിന്റ് മനസ്സിലാകാത്തതെന്തോന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേഗം പറഞ്ഞേ. 7 പോയിന്റ് ആണ് ഉള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടീസ്. സിമ്പിൾ സെന്റൻസിലാണ് തന്നേക്കണേ, പഠിച്ചാൽ പൊട്ടാത്ത ഒന്നും തന്നെ അതിനകത്തില്ല. ഒന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടാ.
കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടീസ് ആണ് ഇപ്പൊ പറഞ്ഞത്. അടുത്തത് നമുക്ക് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. ലൈൻ മാനേജർ. സോ ബിഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡ്യൂട്ടീസ് ഓഫ് ലൈൻ മാനേജേഴ്സ്, ലെറ്റ് us see who is a line manager. നമ്മൾ ലൈൻ മാനേജറുടെ ഡ്യൂട്ടി ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് അങ്ങോരുടെ കടമകൾ. പക്ഷെ അങ്ങോരുടെ കടമകൾ മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്ക് ആരാണ് ഈ പറഞ്ഞ ലൈൻ മാനേജർ എന്ന് അറിയണ്ടേ? ആരാണ് ലൈൻ മാനേജർ? ലൈൻ മാനേജർ എന്ന് പറയുന്നത് ഓർ an employee of an organization. ഒരു ജോലിക്കാരനാണ്, ഒരു വ്യക്തിയാണ്. ആരാണത്? who directly or other എന്താ പറയാ, who directs all the things to the employees who is in charge of his own department. അതായത് ഏതെങ്കിലും തന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള എംപ്ലോയീസിനെ അറിയിക്കുക, കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നോക്കുക. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ഡിറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ഒരു മാനേജർ, ആളെയാണ് നമ്മൾ ലൈൻ മാനേജർ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും കുറെ എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിൽ നിന്ന് ഒരാൾ ഒരു ലൈൻ മാനേജർ ആയിട്ട് എന്താ പറയാ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ആ മാനേജർ ആയിരിക്കും തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണുക. അവിടുത്തെ ഇൻഡിവിജ്വൽസിന്റെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് എൻവയോൺമെന്റ്, എംപ്ലോയീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. മാത്രമല്ല ഓരോ കാര്യങ്ങളും ഓരോ ആളുകൾക്ക് നിർദ്ദേശിക്കുക, ഡയറക്റ്റ് ചെയ്യുക. അവരുടെ ജോലി ഇന്നതാണ്, ഇന്ന കാര്യം നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങളും മറ്റൊക്കെ കൊടുക്കുന്നതൊക്കെ. അങ്ങനെയുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വർക്കർ, എംപ്ലോയി എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് നമ്മള് ലൈൻ മാനേജർ എന്ന് വിളിക്കുക. Okay, line manager is a person or employee of an organization who directly directs. Directly directs എന്ന് പറഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു ആരെ? the other employees, മറ്റ് എംപ്ലോയീസിനെ. എവിടെയുള്ളത്? in charge of all individual working in a department. തന്റെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള എല്ലാ ആളുകൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അവർക്ക് ഇന്ന ജോലിയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനിലെ ഒരു മാനേജർ, ഒരു ജോലിക്കാരൻ ആളാണ് എന്ത് വിളിക്കുക? നമ്മള് ലൈൻ മാനേജർ എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈൻ മാനേജർക്ക് എന്താ പറയാ, ലൈൻ മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്? തന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഹയർ പൊസിഷനിലേക്ക് പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് ടോപ്പ് ലെവലിലേക്ക്, ഹയർ പൊസിഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈൻ മാനേജർ ആയിരിക്കും. ലൈൻ മാനേജർ റിപ്പോർട്ട്സ് ടു സംവൺ ഇൻ ഹയർ പൊസിഷൻ. ലൈൻ മാനേജർ ആണ് പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എവിടേക്ക്? ഹയർ ലെവലിലേക്ക്, ടോപ്പ് ലെവലിലേക്ക്. മനസ്സിലായോ? അതുകൊണ്ട് ആ രണ്ട് സെന്റൻസ് ഒന്നാണ്ടാക്കാൻ ചെയ്തേ വേഗം. ലൈൻ മാനേജർ ആരാണെന്നും ലൈൻ മാനേജർ എന്താ ചെയ്യുന്നത്? റിപ്പോർട്ട്സ് ടു സംവൺ ഇൻ എ ഹയർ പൊസിഷൻ. ആ സെന്റൻസ് ഒന്നാണ്ടാക്കാൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, സോ ഫസ്റ്റ് ഡ്യൂട്ടി എന്താന്ന് നോക്കിയേ. നിങ്ങൾ പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഒരു 3-4 എണ്ണം നോക്കാം. ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ് ലൈൻ മാനേജറിന്റെ? റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം എംപ്ലോയീസ്, ടീം പൊസിഷൻസ്. തന്റെ ടീമില് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ ലൈൻ മാനേജർമാരുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഓരോ ലൈൻ മാനേജർക്കും അവരുടെ ടീമിലുള്ള ആളുകളെ എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ, വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി എന്ത് ചെയ്യുക? പുതിയ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ഫില്ല് ചെയ്യും. അതാണ് പുതിയ ജോലിക്കാരെ എടുത്ത് ഫില്ല് ചെയ്യുക. റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ്. തന്റെ ടീമിന്റെ പൊസിഷൻസ്, വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് പുതിയ ടാലന്റ് ഉള്ള, കഴിവുള്ള റിക്രൂട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഹയറിംഗ് നടത്തുക, പുതിയ പുതിയ ജോലിക്കാരെ എടുക്കുക. അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത്തേത് പ്രൊവൈഡ് എന്താ പറയാ, ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയർസ്. പുതിയതായിട്ട് ജോലിക്ക് എടുത്ത എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ്ങും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാം. പുതിയ പുതിയ ജോലിക്കാരെ എടുത്താൽ മാത്രം പോരാ, അവർക്ക് വേണ്ട ട്രെയിനിങ് അത്യാവശ്യ സമയത്ത് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രോപ്പർ ട്രെയിനിങ് ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ സാലറി കൊടുത്തിരുത്താന്ന് മാത്രം ഉണ്ടാവുള്ളൂ അല്ലെ? അവര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകും. പക്ഷെ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റിന് ചിലപ്പോൾ അത് ഉതകുമെന്ന് പറ്റില്ല. അതുകൊണ്ട് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അത് നമ്മുടെ ലൈൻ മാനേജർ ശ്രദ്ധിക്കണം. ആ പുതിയ എംപ്ലോയീസിന്, പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടത് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ജോബ് റൊട്ടേഷൻ. എൻഷുർ ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ ജോലി മാറ്റി കൊടുക്കുക ഇൻ ഓർഡർ ടു അവോയ്ഡ് ബോർഡം അല്ലെ. അതായത് ഇങ്ങനെ ചിലപ്പോ ഒരു ജോലി തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ബോറടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ജോലിയിൽ നിന്ന് മാറ്റി കുറച്ച് നാളത്തേക്ക് വേറെ ജോലിയിലേക്ക് കൊടുക്കുക. അങ്ങനെ ജോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപ്പൊ എന്താ പറയാ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ്, അതായത് എവിടെയെങ്കിലൊക്കെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഈ ജോബ് റൊട്ടേഷൻ കൊണ്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എവിടെയെങ്കിലും ഒരു പുതിയ ഒരു വേക്കൻസി വന്നു, ഒരു ഗ്യാപ്പ് വന്നു, ഒരു എംപ്ലോയി ഇല്ല, കുറച്ച് നാളത്തേക്കൊക്കെയാണ്, അതിനുവേണ്ടി നമ്മളൊരു പുതിയ റിക്രൂട്ട്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഉപയോഗിച്ച് വി ക്യാൻ ഫിൽ ദാറ്റ് ഗ്യാപ്പ്, ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ആൾക്കൊരു എന്താ പറയാ ഒരു താൽക്കാലികമായ ഒരു മടുപ്പ് മാറ്റാനുള്ള ഒരു വേദി കൂടിയാകും അല്ലെ. എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അല്ലെ. ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു എന്താ പറയാ ചെറിയ കുറച്ച് നാളത്തെ ഒഴിവ് വന്നപ്പോ ആ ടീച്ചറോട് അവിടെ ഒന്ന് കയറിയിട്ട് അതൊന്ന് കൈകാര്യം ചെയ്യുമോ, അത് ടീച്ചിങ് അല്ല മറ്റൊരു കാര്യമാണ്. അപ്പൊ ആളുടെ കഴിവ് വർദ്ധിപ്പിക്കുക, ഈ ആൾക്ക് ഇതിനോടുള്ള വേണമെങ്കിൽ കുറെ നാൾ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് അല്ലെ. ചേഞ്ച് ആരാ ആഗ്രഹിക്കാതെ അല്ലേ? അങ്ങനെയല്ലേ, നമുക്കൊരു ചേഞ്ച് നല്ല ഇഷ്ടമാകൂലേ. ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ചേഞ്ചിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് എംപ്ലോയ്മെന്റ് സർവീസസിലും ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷനിൽ. ആ ഒരു ജോലി ചെറുതായിട്ടൊന്ന് മാറ്റി അങ്ങോട്ട് കൊടുക്കുക, പറ്റിയ അപ്പൊ ഫില്ല് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ഓൾസോ ഇയാളുടെ ബോറടി മാറ്റുകയും ചെയ്യാം. ഡൂയിങ് ദ സെയിം ജോബ്, എല്ലാ ദിവസവും ഒരേ ജോലി ചെയ്തുകൊണ്ടുള്ള ഉണ്ടാകുന്ന ഒരു ബോർഡാണ് അല്ലെ, ഒരു ബോറടി ഫീൽ ചെയ്യും. അത് മാറ്റി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. രണ്ട് ഗുണമുണ്ട് അവിടെ, ഒരാളുടെ ബോറടി മാറ്റാൻ പറ്റിയത് ആ ഗ്യാപ്പും ഫില്ല് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മടുപ്പ് തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇനി പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്, അതായത് എന്താ പറയാ ഇവരുടെ തന്റെ ടീമിലുള്ള മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും അവർക്ക് വേണ്ട കോച്ചിങ് കൊടുക്കുക, അവരുടെ പെർഫോമൻസ് ഫീഡ്ബാക്ക് അറിയുക. മാത്രമല്ല അത് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. തന്റെ ടീമിലുള്ള ലൈൻ മാനേജറുടെ ടീമിലുള്ള ആ ഡിപ്പാർട്ട്മെന്റിലുള്ള അതർ എംപ്ലോയീസ്, മറ്റ് എംപ്ലോയീസിന് അവർക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഫീഡ്ബാക്കുകൾ പറയുക, അത് അവരെ അറിയിക്കണം. എന്നാലല്ലേ നിങ്ങളുടെ പെർഫോമൻസ് ഇങ്ങനെയാണ്, നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും ഒത്തിരി ഭയങ്കര ഹൈക്കിലാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി. അതേസമയം ചില ആൾക്കാർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് വന്നിട്ടില്ല. സോ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ടീം മെമ്പേഴ്സ്. ആ മെമ്പേഴ്സിനെ അവരത് അറിയിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇംപ്രൂവ്മെന്റുകൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ പെർഫോമൻസ് പോരായ്മയുണ്ട് എന്ന് എന്നോട് പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാകുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും വിധേനയും ഞാൻ അറിയണം മൈ പെർഫോമൻസ് ഈസ് നോട്ട് ടു ദ എക്സ്പെക്ടഡ് ലെവൽ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് എന്റെ പെർഫോമൻസ് വന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു ഉപാധി ഉണ്ടാകണം. അപ്പോഴേ എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് എംപ്ലോയീസിന് മറ്റു ടീമിലുള്ളവർക്ക് ഇതുപോലുള്ള ഫീഡ്ബാക്കുകൾ, പെർഫോമൻസ് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഓക്കെ, സോ അത്രയും വരെ നിൽക്കട്ടെ. 4 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, എന്തായാലും മുഴുവനും തീരില്ല. സോ 4ാമത്തെ പോയിന്റ് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസിലെ 4th പോയിന്റ് വരെയാണ് നമ്മൾ എടുത്തൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക് അവിടെ വരെ. ഓക്കെ, ആൻഡ് എന്താ പറയാ നമ്മള് 1ാമത്തെ സെന്റൻസ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസിലെ 1ാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ 4 പോയിന്റ് എടുത്തിട്ടുള്ളൂ. ബാക്കി പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അവിടെ വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, okay, yes, thank you.